ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ കാപ്പിൽ തുളസിദാസ്. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖിയെക്കുറിച്ചാണ്. അയൽ വീടുകളിലെ രണ്ട് ബാല്യങ്ങളായിരുന്നു മജീദും സുഹറയും. മജീദ് സമ്പന്നനായ തടിക്കച്ചവടക്കാരൻ്റെ മകനും സുഹറ ദരിദ്രനായ ഒരു അടയ്ക്ക കച്ചവടക്കാരൻ്റെ മകളുമായിരുന്നു. അവർ ആദ്യം വലിയ ശത്രുക്കളെ പോലെയായിരുന്നു. തൻ്റെ പറമ്പിലെ മാവിൽ നിന്ന് കാറ്റത്ത് വീഴുന്ന മാമ്പഴം എടുക്കാൻ ഓടി വരുന്ന സുഹറയ്ക്ക് ഒരെണ്ണം പോലും നൽകാത്ത മജീദിനെ കോക്കറി കാണിക്കുന്ന സുഹറയെ നമുക്കിതിൽ കാണാം. അവൾക്കിഷ്ടമല്ലാത്ത വർത്തമാനം പറയുന്ന മജീദിൻ്റെ പുറം അവളുടെ കൂർത്ത നഖം കൊണ്ട് മാന്തിക്കീറുന്നു. പിന്നീട് അവളുടെ ഗോഷ്ഠിയും പെരുമാറ്റവും ഇഷ്ടപ്പെട്ട മജീദ് അവൾ കാണിച്ചു കൊടുക്കുന്ന മാമ്പഴം മാവിൽ നിന്ന് ഉറുമ്പിൻ്റെ കടി കൊണ്ടിട്ടും നെഞ്ചുരഞ്ഞ് കീറിയിട്ടും അയാൾ പറിച്ചു കൊടുക്കുന്നു. അവളുടെ നഖക്ഷതവും തൻ്റെ തലയിൽ വീണ ഉറുമ്പിൻ്റെ കടിയും നെഞ്ചിലെ നീറ്റലുമൊക്കെ അയാൾക്ക് ഒത്തിരി മധുരം പകരുന്നതായിരുന്നു. സുഹറ കണക്കിൽ മിടുക്കിയായിരുന്നു. അധ്യാപകൻ സുഹറയെ ഒരുപാട് പുകഴ്ത്തുകയും മണ്ടനായ മജീദിനെ ഒരുപാട് ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. ഒരിക്കൽ ഗുരുനാഥൻ മജീദിനോടൊരു നിസ്സാരമായ കണക്ക് ചോദിച്ചു. ഒന്നും കൂട്ടിയാൽ എത്രയാണെന്ന്. മജീദിനത് അറിയാമെന്ന് അയാൾ വിചാരിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഒന്നും ഉമ്മണി വലിയ ഒന്ന്. ക്ലാസ്സിലെ കുട്ടികളെല്ലാം പൊട്ടിച്ചിരിച്ചു. അധ്യാപകനും ചിരിച്ചു. അയാളുടെ മനസ്സിൽ തോന്നിയത്, താൻ കണ്ട രണ്ട് ചെറിയ നദികൾ അത് ഒന്നിച്ചു കൂടുമ്പോൾ ഒരു വലിയ നദിയായി മാറുന്നു. അപ്പോൾ ഒന്നും ഒരുമിച്ച് കൂടിയാൽ ഉമ്മണി വലിയ ഒന്നല്ലേ എന്ന് അയാൾ വിചാരിച്ചു. അന്നു മുതൽ കണക്ക് ശാസ്ത്രത്തിൽ ഒരു പുതിയ തത്വം കൂടി എഴുതി ചേർത്തു, ഉമ്മണി വലിയ ഒന്ന് എന്ന്. അന്നു മുതൽ മജീദിനെ ഉമ്മണി വലിയ ഒന്ന് എന്ന ഇരട്ടപ്പേര് വിളിച്ച് കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. കണക്ക് ഭംഗിയായി പഠിക്കുന്നതിന് എന്താണ് മാർഗമെന്ന് മജീദ് അന്വേഷിക്കാൻ തുടങ്ങി. അതിനൊരു ഉത്തരമേ ഉള്ളൂ, എന്നും പ്രാർത്ഥിച്ചാൽ മതിയെന്നായിരുന്നു അയാൾക്ക് എവിടെ നിന്നോ കിട്ടിയ സമാധാനം. അങ്ങനെ അയാൾ എന്നും പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന മാത്രം മിച്ചം. എന്നും കണക്ക് തെറ്റുകയും അടി കിട്ടുകയും ചെയ്തു. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സൂറ മജീദിൻ്റെ ബെഞ്ചിനടുത്തുള്ള മറ്റൊരു ബെഞ്ചിൽ പോയിരുന്നു. അന്നു മുതൽ സൂറ തൻ്റെ കണക്കുകൾ മജീദിന് കാണിച്ചു കൊടുത്തു. അന്നു മുതൽ മജീദ് ക്ലാസ്സിലെ ഒന്നാമനായി തീരുകയും അടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് ഉണ്ടായ അവരുടെ രസകരമായ ഒരു അനുഭവം മജീദിൻ്റെ സുന്നത്തും സുഹറയുടെ കാതുകുത്തുമാണ്. അത് ഒത്തിരി സന്തോഷമുണ്ടാക്കുകയും ഉത്സവം പോലെ ആയിരുന്നു. എങ്കിലും വളരെ വേദനയുള്ള അനുഭവം ആയിരുന്നു. അതിനെക്കുറിച്ച് അടുത്ത ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. അടുത്ത ഭാഗം കാണുവാൻ വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.